Hi friends, നമ്മൾ ഉപയോഗിക്കുന്ന ഓഡിയോ സിസ്റ്റത്തിന് ഒരു നല്ല സ്പീക്കർ പാക്കേജ് വേണമെങ്കിൽ മിക്ക ആളുകളും ബ്രാൻഡഡ് സ്പീക്കേഴ്സ് അധികം വാങ്ങാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്, നല്ല വില കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ബ്രാൻഡഡ് സ്പീക്കർ കിട്ടുകയുള്ളൂ, നല്ല ഓഡിയോയും കിട്ടും. ഒക്കെ ശരിയാണെങ്കിൽ തന്നെയും നോർമലി ഉള്ള ആളുകൾ ചെയ്യുന്നത് ഏകദേശം നമ്മുടെ സിസ്റ്റത്തിൻ്റെ എത്രയാണോ അതിൻ്റെ വാട്ട് എത്ര വാട്ട്സിൻ്റെ ആണോ ആ ഒരു വാട്ട്സ് ഏകദേശം കണക്കാക്കിയിട്ട് തൊട്ടടുത്തുള്ള ലോക്കൽ സ്റ്റോറിൽ നിന്ന് സ്പീക്കർ, വൂഫർ അങ്ങനെയുള്ള മിഡ് റേഞ്ച്, അതുപോലെ തന്നെ ട്യൂട്ടർ, ക്രോസ് ഓവർ നെറ്റ്വർക്കുകൾ, ഇതൊക്കെ അവിടെ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ വാങ്ങി കൊണ്ടുവന്ന് നമ്മൾ അസംബിൾ ചെയ്യുമായിരിക്കും പതിവ്. പക്ഷേ ഇങ്ങനെ അസംബിൾ ചെയ്യുമ്പോൾ ഇതെല്ലാം പല ബ്രാൻഡിൻ്റെ ആയിരിക്കും, പല കോൺഫിഗറേഷൻ ഉള്ളതായിരിക്കും. ഒരു രീതിയിലും ഇതങ്ങ് മാച്ച് ചെയ്ത് നല്ലൊരു ഓഡിയോ റിസൾട്ട് കിട്ടത്തില്ല. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം ലെവലിലെ ഓഡിയോ ഇതിനകത്ത് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ കുറച്ച് ഹൈ എൻഡ് സിസ്റ്റത്തിൽ നിന്ന് കേൾക്കുന്ന പോലത്തുള്ള ആ ഓഡിയോ നമുക്കിനകത്ത് ഒരു കാരണവശാലും നമുക്ക് കിട്ടത്തില്ല. കാരണം ഇതൊക്കെ ഡെലിവറി ചെയ്യുന്ന ആ ഒരു ഫ്രീക്വൻസിയും കാര്യങ്ങളും അതുപോലെ അതിനുപയോഗിക്കുന്ന ക്രോസ് ഓവറും ഒക്കെ യാതൊരു ബന്ധവും ഇല്ലാത്ത പ്രോഡക്റ്റുകൾ, അത് പരസ്പരം ഒരു രീതിയിലും മാച്ചായി പോകത്തില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ വാങ്ങി നമ്മൾ ടവർ സ്പീക്കറൊക്കെ അസംബിൾ ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് പ്രൈസ് വളരെ കുറച്ച് നമ്മൾ മുടക്കിയാൽ മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് പെർഫോമൻസ് മാത്രമേ അതിനകത്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു സ്റ്റീരിയോ ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ എങ്ങനെയാണ് നല്ല ഹൈ ക്വാളിറ്റി ഓഡിയോ കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ സാധാരണ സ്റ്റീരിയോ നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഓഡിയോ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീരിയോ ഉപയോഗിക്കുന്നത്. അപ്പോൾ സിസ്റ്റത്തിൽ മാത്രം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കാര്യമില്ല. സ്പീക്കറാണ് രാജാവ്. സ്പീക്കറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഇപ്പോൾ നിങ്ങളെടുത്ത് നോക്കിയാൽ നോർമലി ഒരു സിസ്റ്റത്തേക്കാളും കൂടുതൽ പ്രൈസ് ആയിരിക്കും അതിൻ്റെ സ്പീക്കർ പാക്കേജിന്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു സ്പീക്കർ പാക്കേജ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ സാഹചര്യത്തിൽ ഒരു ബ്രാൻഡഡ് സ്പീക്കറിൻ്റെ അതേ ക്വാളിറ്റിയിൽ ഓഡിയോ നമുക്ക് ലഭ്യമാക്കുന്നതും, എന്നാൽ ഒരു ബ്രാൻഡഡ് സ്പീക്കറിൻ്റെ ഒരു 50% പോലും എമൗണ്ട് നമ്മൾ ചിലവഴിക്കാണ്ട് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി സ്പീക്കർ ബോക്സുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന കമ്പോണൻസ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നുണ്ട്. ഈ ഡുഗി സൗണ്ട്സ് അങ്ങനെ ഒരു ബ്രാൻഡ് കുറേ സ്പീക്കറുകളും എല്ലാം ഇപ്പോൾ പുറത്തിറക്കുന്നുണ്ട്. ഇവർ ഇലക്ട്രോണിക്സ് ബ്രാൻഡ് ആണെങ്കിൽ തന്നെയും ഓഡിയോ സിസ്റ്റങ്ങളായിരിക്കും, ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇവർക്ക് കൂടുതലും ഉള്ളത്. അപ്പോൾ ഞാനിന്ന് ഒരു 10 ഇഞ്ച് 100 വാട്ട് 10 ഇഞ്ചിൻ്റെ 2 ടവർ ബോക്സ് ചെയ്യാനുള്ള A to Z സാധനങ്ങൾ ഞാൻ ഡുഗീസ് ഓഡിയോസിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വൂഫർ മുതൽ ഇത് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ക്രൂ വരെ ഒരൊറ്റ ബ്രാൻഡിൻ്റെയാണ്. ഡുഗീസ് എന്ന് പറയുന്ന ഒരൊറ്റ ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഡുഗീസ് എന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു പ്രോഡക്ട്സ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഓഡിയോ കിട്ടുന്ന രൂപത്തിൽ ഒരു ബ്രാൻഡഡ് സ്പീക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതേ സെയിം ക്വാളിറ്റി തന്നെ നമുക്ക് ഓഡിയോ കിട്ടുന്ന രൂപത്തിൽ വളരെ റേറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരു ഞാൻ പറഞ്ഞില്ല ആദ്യം 10 ഇഞ്ചിൻ്റെ ഒരു 3-way സ്പീക്കർ സിസ്റ്റമാണ് ഞാനത് ചെയ്യുന്നത്. അതിൻ്റെ എന്തൊക്കെ ഐറ്റംസ് വേണോ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിറയെ വീഡിയോസ് ഇനിയും വരാനുണ്ട്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. ഇത് 2 10 ഇഞ്ച് വൂഫർ, ഇത് 2 മിഡ് റേഞ്ച്, ഇത് 2 ട്യൂട്ടർ, അതുപോലെ ഇത് 2 ക്രോസ് ഓവർ, 2 എയർ വെൻറ്റ് പൈപ്പുകൾ, പിന്നെ സ്പീക്കർ കണക്ടർ 2, ഒരു പാക്കറ്റ് അലങ്കി സ്ക്രൂ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് 10 ഇഞ്ചിൻ്റെ 2 3-way ടവർ ബോക്സ് ചെയ്യാൻ വേണ്ടുന്ന സ്പെയർ പാർട്സ്. ഇത്രയും നമ്മളൊരു ബോക്സ് ഉണ്ടാക്കി അതിനകത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും. ഇനി നമുക്ക് ഇത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഡുഗീസിൻ്റെ ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള 2 10 ഇഞ്ച് വൂഫർ. സബ് വൂഫർ അല്ല, നോർമൽ വൂഫറാണ്.
സ്റ്റീരിയോയ്ക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റിന് വേണ്ടിയിട്ട് സബ് വൂഫർ അല്ല ഉപയോഗിക്കുന്നത്, വൂഫർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള 2 വൂഫർ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി, ഒരു പ്രീമിയം ആ ഒരു റേഞ്ചിൽ വരുന്ന ആ ഒരു വൂഫറിന് ഉള്ള അതേ ഫീച്ചേഴ്സും അതിൻ്റെ ആ ഒരു മേക്കിങ്ങും ഒക്കെയാണ് ഇതിനും ഉള്ളത്. ഇതിൻ്റെ ഡയഫ്രം പേപ്പറാണ്. ഇവിടെ നല്ല ഗ്രെയിൻസ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങും, ഇതിൻ്റെ ബാക്ക് സൈഡിൽ നന്നായിട്ട് തന്നെ റഫായിട്ടുള്ള, കണ്ടില്ലേ ഇവിടെ നല്ല റഫായിട്ടുള്ള ഒരു സർഫസുമാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വന്നേക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ നല്ലൊരു ടെക്സ്ചർ ഗ്രെയിൻസ് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ 2 സൈഡിലും ഇങ്ങനെ കൊടുക്കുന്നതിന് കമ്പനി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് നമുക്ക് കണ്ടിട്ടുണ്ടാവും. അതായിരിക്കും ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഇങ്ങനെ മേക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റ് നോക്കിക്കഴിഞ്ഞാലും നല്ല ഹെവി ആയിട്ടൊരു മാഗ്നറ്റ് തന്നെയാണ്, സിംഗിൾ മാഗ്നറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഈ സറൗണ്ടർ, ഇത് നോർമലി ഉള്ള സ്പീക്കേഴ്സിനെല്ലാം ഊഫറിനൊക്കെ വരുന്നത് ഇത് ഫോമാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന റബ്ബറാണ്, നല്ല ഹൈ ക്വാളിറ്റി റബ്ബർ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഡസ്റ്റ് ക്യാപ്പ് നോർമലി കുറച്ച് ഔട്ട് സൈഡിലേക്ക് പ്രൊജക്ഷൻ ഉള്ള രീതിയിലാണ്. പക്ഷേ ഇത് നേരെ താഴത്തേക്ക് ഈ കോൺ പോലെ തന്നെ ഇങ്ങനെ ആ ഒരു കേർവ്, ഇൻസൈഡിലേക്ക് ഒരു കേർവ് പോലെയാണ് ഈ ഡസ്റ്റ് ക്യാപ്പും കൊടുത്തിരുന്നത്. അതും ആ ഒരു നല്ലൊരു ടെക്സ്ചർ ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മേക്കിംഗ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്കും ഇതിന് കൊടുക്കാൻ പറ്റും. അതുപോലെയുള്ള നല്ല ഹൈ ക്വാളിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. സ്പൈഡർ നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇതുപോലെ തന്നെ നോർമൽ ഒരു സ്പീക്കർ കണക്റ്റാണ് വരുന്നത്. ബനാന സോക്കറ്റ്സ് പോലെയുള്ള കണക്റ്റേഴ്സ് ഇവിടെ കമ്പനി കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ വയറുകൾ ഡയറക്റ്റ് സോൾഡർ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കണക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് ക്രോസ് ഓവറൊക്കെ വെച്ച് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതിൻ്റെ പോളാരിറ്റി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ, ഇതാണ് നെഗറ്റീവ് ടെർമിനൽ. ഇതിൻ്റെ പോളാരിറ്റി മാറിപ്പോവാതെ വേണം കൊടുക്കാൻ. മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവും, നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് കുറയും. അപ്പോൾ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് തന്നെ നോക്കി കൊടുക്കുക. ഇതൊരു 10 ഇഞ്ച് വൂഫറാണ്. ഇതിൻ്റെ മോഡൽ വരുന്നത് DE50M-01 എന്നാണ് ഇതിൻ്റെ മോഡൽ. അതുപോലെ തന്നെ ഇത് 4 ohmsൽ 100 വാട്ട്സ് RMS ആണ് ഇതിൻ്റെ പരമാവധി ഇതിൻ്റെ ഔട്ട്പുട്ട്. അതുപോലെ തന്നെ ഡുഗീസിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഡുഗീസിൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അവിടെയുള്ള പ്രോഡക്റ്റുകളൊക്കെ വാങ്ങാനും അത് വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3499 രൂപയാണ് ഈ ഒരു പെയറിൻ്റെ വില വരുന്നത്. അതായത് ഈ 2 എണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത് 3499 രൂപയാണ്. അതിന് പുറമേ ആയിട്ട് ഇതിൻ്റെ ടാക്സും നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ 3499 പ്ലസ് ടാക്സ് കൊടുത്തെങ്കിലാണ് ഈ 2 ഡ്രൈവേഴ്സ് നമുക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. ധൈര്യമായിട്ട് വാങ്ങിക്കാൻ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഓഫർ തന്നെയാണ്. നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ നല്ല ഓഡിയോ കിട്ടുന്ന രൂപത്തിൽ ചെയ്തിട്ടുള്ള ഒരു വൂഫറാണിത്. ഓക്കെ, ഇനി നമുക്ക് മിഡ് റേഞ്ച് ഒന്ന് നോക്കാം. ഇതാണ് ഡുഗീസിൻ്റെ മിഡ് റേഞ്ച്. ഇതും അതുപോലെ തന്നെ നമ്മൾ വൂഫറിൽ കണ്ട പോലെ തന്നെ ഇതും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. ഇതിലും ഇത് വരുന്നത് ഡയഫ്രം വരുന്നത് പേപ്പറാണ്. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഡസ്റ്റ് ക്യാപ്പും കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റിങ്ങനെ മേളിലേക്ക് പ്രൊജക്ഷൻ ഇല്ല, താഴത്തേക്ക് തന്നെയാണ് പ്രൊജക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ബീഡിങ് വരുന്നത് ഇതും ഫോം ബീഡിങ് അല്ല, ഇതും ഓഫറിൽ നമ്മൾ കണ്ട പോലെ തന്നെയുള്ള റബ്ബർ ബീഡിങ് ആണ് ഇതിലും വന്നിട്ടുള്ളത്. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മേക്കിംഗ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെയാണ് ഉള്ളത്. പിന്നെ ഇതിനകത്ത് വേറൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നോർമലി ഇതുപോലുള്ള മിഡ് റേഞ്ചിൻ്റെ ഒക്കെ ഈ ബാക്ക് വശം ഇങ്ങനെ ക്ലോസ്ഡ് ആയിരിക്കും. ഇങ്ങനെ ഇവിടെയുള്ള ഈ ഓപ്പണിങ് സാധാരണ ഉണ്ടാവാറില്ല. പക്ഷേ ഇതിനകത്ത് നോർമൽ സ്പീക്കർ പോലെ തന്നെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടാണ് ചെയ്തത് ഹൈ ക്വാളിറ്റിയാണ്, അതിൽ സംശയമില്ല. നല്ല മെറ്റീരിയലൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും ബാക്കിൽ ഇവിടെ കവറിങ് ഇല്ലാത്തത് കൊണ്ട് ഇത് നമ്മളൊരു 3-way ബോക്സ് ടവർ ബോക്സിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഈ 2 മിഡ് റേഞ്ച് സ്പീക്കറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കമ്പാർട്ട്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഊഫറിൻ്റെ ആ ഡയഫ്രം വർക്ക് ചെയ്യുന്ന ആ ഒരു എയർ പ്രഷറിൽ ഇതിൻ്റെ ഈ പേപ്പറൊക്കെ ഡാമേജ് ആവാനും ഇതിനകത്തുനിന്ന് അൺവാണ്ടഡ് നോയ്സൊക്കെ വരാൻ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ടവർ സ്പീക്കർ ചെയ്യുമ്പോൾ ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു കമ്പാർട്ട്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനകത്തും ഇവിടെ നോർമൽ സ്പീക്കറിലൊക്കെ വരുന്ന പോലത്തെ ടെർമിനലാണ് കൊടുത്തിരിക്കുന്നത്. ബനാന സോക്കറ്റ്സ് പോലെയുള്ള അല്ലെങ്കിൽ പ്രസ് ചെയ്യുന്ന ടൈപ്പുള്ള യാതൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല.
ഇതൊരു 5 ഇഞ്ച് മിഡ് റേഞ്ച് സ്പീക്കറാണ്. DE50M-01 എന്നതാണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ. ഇത് 4 ohms മാക്സിമം 30 വാട്ട് RMS ആണ് ഇതിൻ്റെ പരമാവധി ഔട്ട്പുട്ട് കമ്പനി പറയുന്നത്. ഈ രണ്ട് മിഡ് റേഞ്ച് സ്പീക്കറിൻ്റെ വില വരുന്നത് 1699 രൂപയാണ് ഈ രണ്ടെണ്ണത്തിന് വില വരുന്നത്. അത് ഈ ഒരു പെയറിന് വില 1699. ഓക്കെ, അപ്പോൾ ഇതാണ് ഡുഗീസിൻ്റെ മിഡ് റേഞ്ച് സ്പീക്കർ. ഇതാണ് ഡുഗീസിൻ്റെ ട്യൂട്ടർ. ഇത് വെറും ട്യൂട്ടറല്ല, ഇത് സിൽക്ക് ഡോം ട്യൂട്ടറാണ്. ഈ ട്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ട് വരുന്ന ഒരു വേരിയൻ്റാണ് ഈ സിൽക്ക് ഡോം എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റ്. അപ്പോൾ ഇത് സിൽക്ക് ഡോം ട്യൂട്ടറാണ്. ഇത് 4 ഇഞ്ചാണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി മേക്കിംഗ് ആണ് ഇതിനും ഉള്ളത്. നല്ല റിജിഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇത് ബെൻഡ് പോലും ആവില്ല, മെറ്റൽ പോലെ തോന്നിക്കും. അതുപോലെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിച്ചും. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടില്ല, നല്ല ഹെവി ആയിട്ടുള്ളൊരു മാഗ്നറ്റാണ് അത് കൊടുത്തിരിക്കുന്നത്. DE50M-04 ആണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ. അതുപോലെ തന്നെ 8 ohms 30 വാട്ടാണ് ഇതിൻ്റെ പരമാവധി ഔട്ട്പുട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സ്പീക്കർ ടെർമിനലുകൾ വന്നിരിക്കുന്നത് 2 സൈഡിലായിട്ടാണ് ഇതിൻ്റെ ടെർമിനൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ബോക്സിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ റൗണ്ട് കട്ട് ചെയ്തിട്ട് 2 സൈഡിൽ ഓരോ നോച്ചും കൂടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കറക്റ്റായിട്ട് അകത്ത് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബോക്സുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതും കൂടി ഒന്ന് ചെയ്തിട്ട് ആണ് ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 നമ്മൾ വാങ്ങിയിട്ടുണ്ട്. രണ്ടും നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ്. ഈ സിൽക്ക് ഡോം ട്യൂട്ടറിൻ്റെ പ്രൈസ് വരുന്നത് 1498 രൂപയാണ് ഇതിൻ്റെ ഒരു പെയറിന് വരുന്നത്. അതായത് ഈ 2 എണ്ണത്തിൻ്റെ വില 1498. ഇതാണ് ഡുഗീസിൻ്റെ ക്രോസ് ഓവർ. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ക്രോസ് ഓവറാണ്. ഇതിൻ്റെ PCB ആണെങ്കിൽ ഇത് ഗ്ലാസ് എപ്പോക്സിൽ നല്ല ഹൈ ക്വാളിറ്റി PCBയിൽ ചെയ്തിട്ടുള്ള ക്രോസ് ഓവറാണ്. ഇവിടെയാണ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഈ സൈഡിൽ ഇവിടെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കോയിലും വൈൻഡിങ്സും ഒക്കെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 4.7 2 നോൺ പോളാർ കപ്പാസിറ്ററും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ബാസ്, ട്രിബിള്, ഇതാണ് മിഡ്. നിങ്ങളിത് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാണ് ബാസ്, ഇതാണ് മിഡ്, ഇത് ട്രിബിൾ. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഇതാണ് ബാസ്, ഈ ട്രിബിൾ എന്നുള്ളത് ട്യൂട്ടറാണ്, ഇതാണ് മീഡിയൻ്റാണ് മിഡ് റേഞ്ച്. അപ്പോൾ അത് മാറിപ്പോവാണ്ട് നോക്കുക. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ചിങ്ങിൻ്റെ ആവശ്യം നമുക്ക് മിഡ് റേഞ്ചിലേക്ക് പോകുന്ന ട്രിബിൾ ഫ്രീക്വൻസിയുടെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ ഉള്ളത്. ഇത് ഈ സൈഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 0 ഹെഡ്സ് മുതൽ 300 ഹെഡ്സ് വരെ ആയിരിക്കും ഈ മിഡ് റേഞ്ചിലേക്ക് പോകുന്നത്. അപ്പോൾ ട്രിബിൾ നമുക്ക് വളരെ കുറച്ച് മതി. അങ്ങനെ ഒരു ടേസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഈ സ്വിച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് ഓപ്പോസിറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1000 ഹെഡ്സ് മുതൽ ഒരു 5000 ഹെഡ്സ് വരെ നമുക്ക് ഇതിൽ നിന്നും നമുക്ക് ലഭിക്കും. സാധാരണ ഇതുപോലുള്ള ഈ 3-വേ സ്പീക്കർ സെറ്റപ്പുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മിഡ് നന്നായിട്ട് വേണം. അത് മിഡ് ഫ്രീക്വൻസി അത് ഡീറ്റെയിൽ കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ 3-വേ ചെയ്യുന്നത്. അപ്പോൾ മിഡ് കൂടുതൽ നമുക്ക് അത്യാവശ്യമാണ്. മിഡ് റേഞ്ച് വയ്ക്കുമ്പോൾ മിഡ് എന്തായാലും നമുക്ക് കൂടുതൽ വേണം. അപ്പോൾ നമ്മളിത് ഈ റൈറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് 1000 to 5000 ആ റേഞ്ചിലേക്ക് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ഒരു ലിസണിങ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ 2 ക്രോസ് ഓവർ നമ്മൾ കരുതിയിട്ടുണ്ട്. DE50M-07 എന്നതാണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ. 150 വാട്ട് RMS വരെ ഇത് സപ്പോർട്ടാവും. ഇതും നല്ല ഹൈ ക്വാളിറ്റി തന്നെ ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ ക്രോസ് ഓവറിൻ്റെ പ്രൈസ് വരുന്നത് 1199 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ 2 എണ്ണത്തിന്. ഇതൊക്കെ അസംബിൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഡുഗീസിൻ്റെ സ്പീക്കർ കണക്ടർ. ഇതും നല്ല ഹൈ ക്വാളിറ്റി തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് ആണെങ്കിൽ തന്നെയും നല്ല റിജിഡായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബനാന സോക്കറ്റ്സ് നമുക്കിതിനകത്ത് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ അത് ബനാന സോക്കറ്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ താഴെ വയറും ഡയറക്റ്റും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു മേക്കിങ്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ടൈപ്പുള്ള സ്പീക്കർ കണക്റ്റേഴ്സ് ഉണ്ട്.
അത് നമ്മൾ ഇതുപോലുള്ള ഹൈ എൻഡ് ഓഡിയോസ് ചെയ്യുന്ന ബോക്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഗ്യാപ്പിൽ കൂടി ഈ പ്രസ്സിങ് അസംബ്ലിയുടെ ആ ഒരു ഗ്യാപ്പിൽ കൂടെ എയർ പുറത്തേക്ക് വരാനുള്ള സാധ്യതയൊക്കെയുണ്ട്. പക്ഷേ ഇത് പക്കാ സോൾഡാണ്. ഇത് നമ്മൾ ബോക്സിലേക്ക് നമ്മൾ ഇങ്ങനെ വെച്ചങ്ങ് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടവഴി എവിടെയും നമുക്ക് എയർ ലീക്കോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഒരു ഗോൾഡ് പ്ലേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എയറുമായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ട് വേറെ കൊറോഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വന്നിട്ട് ലൂസ് കോണ്ടാക്റ്റ് വേണ്ട, അല്ലെങ്കിൽ ഗെയിൻ കുറയും, അല്ലെങ്കിൽ ഇതിലേക്ക് പൂർണ്ണമായിട്ടുള്ള കണ്ടിന്യൂറ്റി കിട്ടാതെ വരിക, അങ്ങനെയൊക്കെയുള്ള സാധ്യതയൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് കമ്പനി അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നന്നായിട്ട് ഇലക്ട്രോപ്ലേറ്റ് ഒക്കെ ചെയ്ത് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ഇതും കൊടുത്തിരിക്കുന്നത്. DE75SP എന്നതാണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ. 159 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതാണ് ഡുഗീസിൻ്റെ എയർ വെൻ്റ് പൈപ്പ്. ഇത് ഏകദേശം ഒരു 20 സെൻറ്റിമീറ്ററോളം ലെങ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് 2.5 ഇഞ്ചിൻ്റെ ഒരു ഡയമീറ്ററാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു 3.5 ഇഞ്ചും ഇതിൻ്റെ ഹെഡിനും ഡയമീറ്റർ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഒരു കട്ടൗട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ 20 സെൻറ്റിമീറ്ററാണ് ഉള്ളത്. കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിൻ്റെ പോർട്ടൊക്കെ ഒന്ന് ട്യൂൺ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ PVC പൈപ്പ് കണക്ട് ചെയ്യാനുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ചെറിയൊരു കട്ടൗട്ടും കൊടുത്തിട്ടുണ്ട്. DE36AP എന്നതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. ഇത് നല്ല ഹൈ ക്വാളിറ്റി, നല്ല റിജിഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിലാണ് ഇതും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഓരോരോ പ്രൊജക്ഷൻസ് പോലെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഓരോ പ്രൊജക്ഷൻസ് പോലെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതൊരു ബോക്സിലേക്ക് നമ്മൾ സർക്കുലറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം നന്നായിട്ട് ടൈറ്റായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ എല്ലാ പ്രോഡക്റ്റും നല്ല ഹൈ ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ വില വരുന്നത് 249 രൂപയാണ് ഈ ഒരു പെയറിൻ്റെ വില. ഇതാണ് ഇതിന് ഉപയോഗിക്കുന്ന അലങ്കി സ്ക്രൂ. ഇതും ഡുഗീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇത് ഈ അലങ്കി സ്ക്രൂവിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഒരു കാരണവശാലും തുരുമ്പെടുക്കില്ല. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ആവശ്യത്തിന് ബോക്സ് ഒന്ന് അഴിക്കേണ്ടി വന്നാലോ അതിനകത്ത് വല്ല എന്തെങ്കിലും കരകരപ്പ് സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നമുക്ക് ഒന്ന് അഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നോർമൽ സ്ക്രൂസ് ഒന്നും നമുക്ക് ഈ MDFിലേക്ക് കയറി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കില്ല. അതവിടെ ഇങ്ങനെ തുരുമ്പിച്ച പോലെ എവിടെ ഇരിക്കും. പക്ഷേ ഈ സാധനം തുരുമ്പിക്കില്ല, ഈസിയായിട്ട് അഴിച്ചെടുക്കാം. പിന്നെ ഇത്രയും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഈ ഡ്രൈവേഴ്സിനകത്തേക്ക് നമ്മൾ നോർമൽ സ്ക്രൂ ഇതിനകത്ത് ഇടുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിൻ്റെയും കൂടി ആ ഒരു വാല്യൂ കളയും. അപ്പോൾ കമ്പനി സിസ്റ്റങ്ങൾ കണ്ടിട്ടില്ലേ, ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ അതിനകത്ത് ഇതുപോലെ ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ സ്ക്രൂസും ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ഇതിൻ്റെ മോഡൽ DE01AS എന്നാണ് ഇതിൻ്റെ മോഡൽ. ഒരു 40 പീസ് ഉണ്ടാവും, 40 സ്ക്രൂസാണ് ഇതിനകത്ത് ഉള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 120 രൂപ റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസും വരുന്നത്. ഓക്കെ, അപ്പോൾ ഡുഗീസിൻ്റെ ആ ഒരു പ്രോഡക്റ്റുകളെ കുറിച്ച് ഏകദേശം ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലിങ്കിൽ പോയിട്ട് ഇവരുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുക, പുതിയ പുതിയ പ്രോഡക്റ്റ്സിനെ കാണുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഉള്ള സ്പീക്കർ ബോക്സുകളൊക്കെ സ്വന്തമായിട്ട് നിർമ്മിക്കാം. നല്ല ഹൈ ക്വാളിറ്റി ഓഡിയോസ് തന്നെയാണ്. പിന്നെ ഇതെല്ലാം വെച്ചിട്ട് ഞാനൊരു 3-way ടവർ ബോക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിറയെ ഡിഫറൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരാനുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.